ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കട്ട് ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിതുപോലെ നെക്കൊന്ന് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഒരു വി ഷേപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വി മാർക്ക് ചെയ്തതിൻ്റെ നേരെ സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ നല്ല ലെങ്തിലൊരു ലൈനങ്ങ് വരച്ചു കൊടുക്കുക. നമുക്ക് എത്ര നീളത്തിലാണ് നമ്മുടെ ഈ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമുക്ക് ആ ഒരു വി ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് വരച്ചു കൊടുക്കുകയൊന്നും വേണ്ട. നമുക്ക് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു രീതിക്ക് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതേപോലെയാണ് നമ്മുടെ ഒരു ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമ്മൾ കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കണം കേട്ടോ. പിന്നെ ഇന്ന് നീഡിൽ നമ്പർ 9 ആണ് എടുത്തേക്കുന്നത്, ഏറ്റവും ചെറിയ സൂചി. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ നോക്കാം. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരുന്ന വലിയ ലൈനുള്ള സെൻറ്ററിൽ കൊടുത്തിരുന്ന നീളമുള്ള ലൈൻ്റെ ഏറ്റവും താഴെ നിന്നാണ് തയ്ച്ചു തുടങ്ങണം. അപ്പം ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിന് മുൻപേ കട്ട് ബീഡ്സിൻ്റെ വർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ചെയ്യണത്, ഒരു മാറ്റവും ഇല്ല. നമ്മളെല്ലാ ബീഡ്സ് വർക്കും ചെയ്യുമ്പം നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മളെല്ലാം ഒരേ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. നോർമൽ നീഡിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ശരിക്കും ആരി വർക്കാണ്, നമുക്കിതൊക്കെ നോർമൽ നീഡിലൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്യണത്. ഇപ്പം ഞാൻ ആദ്യമേ 5 കട്ട് ബീഡ്സ് മാത്രമാണ് എടുത്തേക്കുന്നത്. ചെറിയ കട്ട് ബീഡ്സ് ആയതുകൊണ്ടാണ് 5 എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സൂചിന്ന് കുത്തി കൊടുക്കുക. വീണ്ടും നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തിട്ട് 2 മുത്തിൻ്റെ ബാക്കിൽ നിന്ന് എടുത്തിട്ടാണ് ആ മുത്തുകളുടെ ഉള്ളിലൂടെ സൂചി കടത്തിയെടുത്തിട്ടാണ് നമ്മളിത് സേഫായിട്ട് അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പം നമുക്കവിടെ ഈ നമ്മൾ 5 ബീഡ് വെച്ച് കൊടുക്കുമ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ഒരു അയഞ്ഞ് കിടക്കാതിരിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സമയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എന്നാ പറയുന്നത്, കുറച്ചും കൂടി നല്ല പെർഫെക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചുകൂടെ സമയമെടുക്കും. അത് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ഫുൾ ലൈൻ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത്. പിന്നെ മുൻപേ പറഞ്ഞല്ലോ, ഇതെല്ലാം ആരി വർക്കാണ്. അപ്പോൾ നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു ഇത് കിട്ടിയെന്ന് വരില്ല. അത് നമ്മളത് പ്രത്യേകിച്ച് പറയുകയാണ്. കാരണം ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബീഡ്സൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലും ആരി വർക്ക് ചെയ്യണ പോലെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്തിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയത്തില്ലാത്തവർക്ക് ആരി വർക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് നോർമൽ സൂചി കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും അവരുടെ സ്വന്തം കുർത്തീസ് അല്ലെങ്കിൽ എന്ത് ഡ്രസ്സാണെങ്കിലും അത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ബീഡ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയേക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഈ ഒരു സെയിം ഡിസൈനാണ് നമ്മൾ സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നെക്കിലും സ്ലീവിലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു എലഗൻ്റ് ലുക്ക് എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഫങ്ഷനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനല്ലേ. അപ്പം നിങ്ങളിത് കാണുക മാത്രം ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും വീഡിയോ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു തവണ ചെയ്തിട്ട് നന്നായില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ആദ്യമേ ഒരു റഫ് തുണി ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫെയർ ആയിട്ട് നിങ്ങളുടെ നല്ല ക്ലോത്തിലൊക്കെ ചെയ്തെടുക്കാം. ഇനി ഈവൻ സ്റ്റിച്ച് ചെയ്ത് ക്ലോത്തിലാണെങ്കിൽ പോലും ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ നേരെ തൊട്ടടുത്തുനിന്ന് ഒട്ടും ഗ്യാപ്പ് വരാതെ തന്നെയാണ് ചെയ്ത് കൊടുക്കണേ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്കിനി ഇതിനുള്ളിൽ വരച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരെ ഇതിൻ്റെ ഒപ്പം തന്നെ നേരെ താഴേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്നു, ഇനി നമുക്ക് മേളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും താഴെ ചെന്ന് കഴിയുമ്പം നേരെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ലൈനും നമ്മുടെ ഇതിനോട് ചേർന്ന് തന്നെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഡിസൈൻ ഒരു വി മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കണതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ലാസ്റ്റ് ബീഡ്സ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് താഴെ കുറച്ച് ഗ്യാപ്പ് വരും. താഴെ നമ്മൾ ഏറ്റവും നീളത്തിൽ കൊടുത്തേക്കുന്നതിനേക്കാളും ഒരു 2-3 ബീഡ് മേളിൽ നിൽക്കണം നമ്മളിനി ചെയ്യുന്നത് വരാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ബീഡാണ് അവിടെ ആ ഒരു മേളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെങ്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തയ്ച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഏറ്റവും സെൻറ്ററിലേക്കുള്ളത് ഏറ്റവും താഴെയും അതിന് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും
ആയിരിക്കും വരുന്നത് കുറച്ച് മേളിലായിട്ട്. പിന്നെ നമ്മൾ വരുന്നതെല്ലാം അതേപോലെ ഒരു 2-3 ബീഡിൻ്റെ മേളിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു വി ഒരു പാറ്റേൺ ആയിട്ട് കിട്ടണത്. അങ്ങനെ ഇനി നെക്സ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തിട്ട് കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡും അടുത്ത ഒരു ലൈൻ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും നമ്മൾ രണ്ടാമത്തെ ലൈനിനേക്കാളും 2-3 ബീഡ്സിൻ്റെ മേളിലേക്കാണ് നെക്സ്റ്റ് മുത്ത് വെച്ച് കൊടുത്തേക്കണേ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു രീതിക്കാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുന്നത്. ആ ഒരു തമ്പനെയിലിൽ കണ്ട ആ ഒരു ഔട്ട്ലുക്ക് ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണിത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിനുള്ളിൽ നമ്മളുടെ ഈ ഒരു ലൈൻസിനിടയിൽ ഗ്യാപ്പ് വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇനി ഒരു ചെറിയൊരു പൊട്ടിക്കൊരു ഗ്യാപ്പൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഗ്യാപ്പ് ഓവറായി പോകരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ. നമ്മുടെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ സെയിം ഡിസൈൻ ഇതേപോലെ തന്നെ നമുക്ക് സ്ലീവിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൽ എത്ര വീതിക്കാണല്ലേ, എത്ര ഗ്യാപ്പിലാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഹൂപ്പിൽ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.